പൈനാപ്പിൾ സുന്ദരി അബലി കത്തിങ്ങോട്ടെടുത്താ ഇപ്പൊ ശരിയാക്കി തരാം. എങ്ങനെ ഇപ്പൊ ശരിയാക്കി തരാം. കണ്ണട വാടകക്കാണ്. കൂടുതൽ പൈനാപ്പിൾ ഇട്ടെടുത്താലേ പൊട്ടിനെങ്കിലേ ആള് വെപ്പാവും. വാടക എങ്ങനെയാളാ മൈ സ്വന്തം ബോസ്. ഹലോ ബോസ്. പൊട്ടും കണ്ണാടിന്ന്. അപ്പൊ ഇതെന്താ സംഭവം എന്നറിയോ? നമ്മൾ ഈ പൈനാപ്പിൾ സുന്ദരനെ കൊണ്ട് ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പൊ എല്ലാവരും നല്ല ശ്രദ്ധിച്ച് കേട്ടോ. ഞാൻ പിന്നെ പൈനാപ്പിൾ കട്ട് ചെയ്യുന്നതിൽ പണ്ടേ അതിവിദഗ്ധയായതിനാൽ മുള്ളു കൊണ്ട് ചോര പൊടിയാൻ സാധ്യതയുണ്ട്. ചോര കണ്ടുറപ്പ് മാറിയവനാ ഞാൻ. ഇതിങ്ങനെ അല്ലത് പിരിച്ചെടുക്കലാന്നൊക്കെ അറിയാ. പക്ഷെ ഞമ്മക്ക് അതിനൊന്നും പറ്റൂലേ. എന്തോ ഞമ്മക്ക് പകുതി മതി. അത് മുറിക്കണ ആ ഒരു ഇതിലായതുകൊണ്ടാണ് പറയാനുള്ള ഗ്യാപ്പ് കിട്ടാൻ. ഇത് അരിഞ്ഞ് തീരുമ്പോഴത്തേനും കാണുണ്ടായാൽ മതിയെന്ന്. പക്കണ ഞാൻ തിന്നത്. സമയമില്ലാത്തതുകൊണ്ടാണ് വീഡിയോ കുറച്ചു നേരം കട്ട് ചെയ്തത്. അപ്പം ഞങ്ങൾ വിചാരിക്കും അമ്മ കട്ട് ചെയ്തതാണെന്ന്. എന്താ വിചാരോ? അല്ല ഞാൻ ചോദിക്കട്ടെ, എല്ലാവർക്കും ഒരു സംശയമാണ്. ഇപ്പൂസേ ഈ ഫുഡൊക്കെ ജന്നെയാണ് ഉണ്ടാക്കുന്നത്. ആ ചോദ്യം കേൾക്കുമ്പോൾ എനിക്ക് നല്ല അങ്ങോട്ട് ദേഷ്യം പിടിക്കും. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് വിയർത്ത അടുപ്പത്ത് നിന്ന് ഉണ്ടാക്കി ഇളക്കി കൈ കളയുന്ന സാധനത്തിനൊന്നും അവിടെ എത്തിയ അമ്മ ഉണ്ടാക്കിയല്ലേ മൂടുപോയി. അടുത്ത വീടുകളെ മൂടുപോയി. പക്ഷെ ഞാനൊന്നും തോറ്റെടുക്കുന്ന ഒരു പ്രകൃതി അല്ല. ഇന്ന് ബിരിയാണി ആണെങ്കിൽ ഇന്നാളെ ഞാൻ മാന്തും. ഞാൻ ഇന്ന് ശരിക്കും അറിയില്ല. ചുരുക്കൻ എന്താ ഇങ്ങനെ? ഞാൻ ഒരു മാസം ഡയലോഗ് വരുമ്പോൾ ഇത് ചുരുക്കണ്. അല്ലെങ്കിൽ എനിക്ക് കളിയാക്കൽ കുറച്ച് കൂടുതലാണ്. എനിക്ക് നല്ലോണം അറിയാം. ഇനി ഇതെന്താ ഉണ്ടാക്കണമെന്ന് ഞങ്ങളോട് ഇപ്പോഴും പറഞ്ഞില്ലല്ലോ. നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റത്തിന്റെ പേരാണ് പൈനാപ്പിൾ പുഡിങ്. എങ്ങനെ പുഡിങ്? നമ്മൾ പൈനാപ്പിൾ കുനുകുനാന്നായിരിക്കും. ഇത് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കിട്ടു കൊടുക്കുക. പാൻ അടുപ്പത്ത് നമുക്ക് പറയാൻ മറന്നുപോയി പൈനാപ്പിൾ ഉണ്ടപ്പോൾ. ഇനി ഇതിലേക്ക് നമ്മൾ പഞ്ചാര ഇട്ട് കൊടുക്കട്ടോ. പഞ്ചസാര. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂൺ വെള്ളം ഒഴിച്ചുകൊണ്ട് വേവിക്കട്ടെ നല്ലപോലെ.